നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ചൂടത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിയും ചിരിയൊക്കെ പറഞ്ഞ് സമയം പോവും. അതുമാത്രമല്ല, എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അതുണ്ടാക്കി തന്ന് സന്തോഷത്തോടെ കൂടെ ഇരുന്ന് കഴിപ്പിക്കും. അതൊക്കെ അച്ഛ സ്നേഹം. അതിന് നിനക്ക് അവന്തി കേട്ടത്തില്ലേ? അവന്തി കേട്ടത്തി ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. അല്ല, ഇവള് പരിഭവം പറഞ്ഞതിലും ചെറിയ കാര്യം ഇല്ലാതില്ല. അവന്തിക മുഴുവൻ സമയവും കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുമല്ലേ? അതിന്റെ റിയാക്ഷൻ ആണോ അല്ലേ മോളെ? അച്ചുവേട്ടത്തിന്ന് പറഞ്ഞ നിനക്ക് അത്രയ്ക്ക് ജീവനാണല്ലേ? ഇന്നു മുതൽ നിനക്ക് ജീവനായി തുടങ്ങിയത്. നിനക്ക് വേണ്ടി വന്ന നാള് മുതൽ കഷ്ടപ്പെടുന്ന ചേച്ചിയല്ലേ? ആയിരുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആയിരുന്നു അല്ലേ? എന്ന് വെച്ചാ ഇന്ന് ഞാൻ നിനക്ക് ആരുമല്ലാന്നർത്ഥം. എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലേട്ടത്തി. അച്ചുവേട്ടത്തി ഞാനും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഒരു നിമിഷം ഏട്ടത്തിന്ന് മാറി നിന്നപ്പോ തന്നെ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കണമെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹം തന്നെയാ. സ്നേഹത്തിന്റെ ആഴം അളക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് അളന്ന് തൂക്കി നോക്കിയിട്ട് എനിക്ക് വില പറയാനൊന്നും ഉദ്ദേശവും ഇല്ല. അങ്ങനെയുള്ളവർക്ക് അത് നോക്കിയാൽ മതിയല്ലോ. പിന്നെ എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴമളക്കാൻ നോക്കിയാ നമുക്ക് ആരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ നിന്റെ അസ്ഥിക്ക് പിടിക്കാൻ. എന്റെ ഏട്ടത്തി, മാസങ്ങളോ വർഷങ്ങളോ ഒന്നും വേണ്ട. ഒരാൾ അടുത്തറിയാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാനും ഒക്കെ ഒരു കുഞ്ഞു പുഞ്ചിരി മതി. അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വിളി മതി. എന്തിനധികം ഒരു നോട്ടം പോലും മതി. അതൊക്കെ അച്ചേട്ടത്തിലുണ്ട്. അതാ എനിക്ക് അസ്ഥിയിൽ പിടിച്ചു പോയത്. ഇവിടെ പലർക്കും ഇല്ലാതെ പോയതും അതാ. ഇനി എന്തെങ്കിലും സംശയം ചേച്ചിക്കുണ്ടോ? വളരെ ക്ലിയർ ആയിട്ട് അവള് പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ ആരാണെന്ന്. അർച്ചനേട്ടത്തിയുടെ സ്ഥാനം എന്താണെന്നും ചേച്ചിയുടെ സ്ഥാനം എന്താണെന്നും. ഒരു ദിവസം അർച്ചനേട്ടത്തി വീട്ടിൽ നിന്നൊന്നും മാറി നിന്നപ്പോ ആ കുറവ് ഇവിടെ എല്ലാവർക്കും സഹിക്കാൻ കഴിയാതായി. അങ്കിളൊന്നും പുറത്ത് പറയാത്തതാ. ഇനി സന്ദീപിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇതിലും വലിയ സെന്റിമെന്റ്സും സങ്കടവും കേൾക്കാം. ചേച്ചി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണത്ര അവൾക്ക്. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. എപ്പോഴാ ഇളകി ഒലിച്ചു പോകുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അവന്തി കേട്ടത്തി ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴമളക്കാൻ നോക്കിയാ നമുക്ക് ആരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.